ഈ വിസ്മയകരമായ നിർമ്മിതി വളരെ കാലം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടന്നു. വെനീഷ്യൻ സഞ്ചാരിയായ മാർക്കോ പോളോ ആ കിഴക്കൻ ദേശത്തെ കാതെ എന്ന് വിളിച്ചപ്പോൾ പോർച്ചുഗീസ് വ്യാപാരികൾ അതിനെ സീന എന്ന് വിളിച്ചു. ഇവർ രണ്ടുപേരും പറയുന്നത് ഒരേ രാജ്യത്തെക്കുറിച്ചാണോ അതോ വ്യത്യസ്ത രാജ്യങ്ങളെക്കുറിച്ചാണോ എന്ന് കണ്ടെത്താനാണ് ബെൻഡോ ഡി ഗോയിസ് തീരുമാനിച്ചത്. ആ നാട്ടിലെ അത്ഭുതകരമായ കഥകളുടെ സത്യാവസ്ഥ അറിയാനും അദ്ദേഹം ആഗ്രഹിച്ചു. അവിടെ അമർത്യരായ മനുഷ്യർ ജീവിക്കുന്നുണ്ടെന്നും കൂറ്റൻ ചിപ്പികൾ കൊണ്ട് അവർ പോർസലൈൻ പാത്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും ഭീമാകാരമായ ചിലന്തികളാണ് പട്ടുതുണി നെയ്യുന്നതെന്നുമൊക്കെയായിരുന്നു ആ കഥകൾ. എന്നാൽ ഗോയിസ് അവിടെ ചെന്നപ്പോൾ ഇങ്ങനെയുള്ള ഒന്നും തന്നെ കണ്ടില്ല. പകരം അദ്ദേഹം അവിടെ കണ്ടത് കൂറ്റൻ മതിൽക്കെട്ടാണ്. ഇത് അദ്ദേഹത്തെ ശരിക്കും അമ്പരപ്പിച്ചു. യൂറോപ്പിൽ നിന്നും ചൈന സന്ദർശിച്ച സഞ്ചാരികൾ അവിടുത്തെ സത്രങ്ങളെക്കുറിച്ചും കുറ്റവാളികളെ വധിക്കുന്ന രീതികളെക്കുറിച്ചുമൊക്കെ വാദോരാതെ സംസാരിച്ചിരുന്നു. പക്ഷേ മഹത്തായ ചൈനീസ് മതിൽ എന്ന ലോക പ്രശസ്തമായ ചരിത്ര സ്മാരകത്തെക്കുറിച്ച് മാത്രം എല്ലാവരും നിശബ്ദത പാലിച്ചു. മാർക്കോ പോളോ തന്റെ ജീവിതത്തിലെ 17 വർഷക്കാലം കിഴക്കൻ ദേശത്താണ് കഴിഞ്ഞതെന്ന് പറയപ്പെടുന്നു. എന്നിട്ടും അദ്ദേഹത്തിന്റെ കുറിപ്പുകളിൽ ഈ പടുകൂറ്റൻ നിർമ്മിതിയെക്കുറിച്ച് ഒരക്ഷരം പോലും ഉണ്ടായിരുന്നില്ല. ചരിത്രകാരന്മാർ ഈ വിചിത്രമായ വിട്ടുപോകലിനെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? അതിന് വളരെ ലളിതമായ ഒരു കാരണമുണ്ട്. 13-ാം നൂറ്റാണ്ടിൽ, അതായത് മാർക്കോ പോളോയുടെ കാലത്ത്, ചൈനീസ് മതിൽ ഇന്നത്തെ പോലെ ഇത്ര ഗംഭീരമായിരുന്നില്ല. 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം പോർച്ചുഗീസ് സന്യാസിയായ ഗോയിസിന്റെ അത്ഭുത കണ്ണുകൾക്ക് മുന്നിൽ തെളിഞ്ഞ ആ രൂപമായിരുന്നില്ല അന്നത്തെ മതിലിന്. ഗോയിസിന്റെ യാത്രാസംഘം മതിൽ മുറിച്ചു കടന്നത് ഇവിടെ നിന്നും ഏകദേശം 60 കിലോമീറ്റർ അകലെ വെച്ചാണെന്ന് നമുക്കറിയാം. അത് മതിലിന്റെ പുരാതനമായ ഭാഗമായിരുന്നില്ല, മറിച്ച് 16-ാം നൂറ്റാണ്ടിൽ മാത്രം പണിതീർത്ത താരതമ്യേന പുതിയൊരു ഭാഗമായിരുന്നു. ഫോട്ടോഗ്രാഫർമാർ പറയുന്നത് പോലെ ഒരു പിക്ചർ പോസ്റ്റ് കാർഡ് ലുക്ക്. കല്ലുപാകിയ അടിത്തറയും ബലമേറിയ ചുവരുകളുമൊക്കെയുള്ള രൂപം. ചൈനീസ് വാസ്തുവിദ്യയുടെ ഈ അത്ഭുതം ഫോട്ടോകളിൽ മാത്രം കണ്ടിട്ടുള്ള പലരും വിചാരിക്കുന്നത് മതിൽ ഉടനീളം ഇതേപോലെ തന്നെയായിരിക്കുമെന്നാണ്. പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെ നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു പടുകൂറ്റൻ ശിലാസർപ്പത്തെ പോലെ മതിൽ ഗാംഭീര്യത്തോടെ നിലകൊള്ളുന്നു എന്നവർ കരുതുന്നു. ചൈനീസ് മതിലിന് ഏകദേശം 21,000 കിലോമീറ്റർ നീളമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ നിലത്തിറങ്ങാതെ ഈ മതിലിലൂടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടന്നു തീർക്കാൻ കഴിയില്ല. കാരണം ഇതൊരൊറ്റ നിർമ്മിതിയല്ല, മറിച്ച് 2000 വർഷങ്ങൾക്കിടയിൽ വിവിധ രാജവംശങ്ങൾ നിർമ്മിച്ച വ്യത്യസ്ത ഭാഗങ്ങളുടെ ഒരു കൂട്ടമാണ്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പാണ് വടക്കൻ ചൈനയിൽ ഇത്തരം പ്രതിരോധ കോട്ടകളുടെ നിർമ്മാണം ആരംഭിച്ചത്. അന്നത്തെ മതിലുകൾ മണ്ണും മരച്ചില്ലകളും കൊണ്ട് നിർമ്മിച്ച വെറും മൺതിട്ടകൾ മാത്രമായിരുന്നു. ഹൂണന്മാരെ പോലെയുള്ള നാടോടി വർഗ്ഗക്കാരുടെ ആക്രമണങ്ങളിൽ നിന്ന് ചെറിയ നാട്ടുരാജ്യങ്ങളെ സംരക്ഷിക്കാൻ ഇവ സഹായിച്ചു. പിന്നീട് ഷീ ഹുവാങ്ദിയുടെ പുത്രൻ അധികാരത്തിൽ വന്നതോടെ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. എങ്കിലും ആ കാലഘട്ടത്തിലെ നിർമ്മിതികൾക്ക് ഇന്ന് പ്രതിവർഷം 4 കോടിയോളം വിനോദസഞ്ചാരികൾ കാണാനെത്തുന്ന ആ മനോഹരമായ മതിലിന്റെ രൂപമേ ആയിരുന്നില്ല. കയ്യിൽ കിട്ടിയ സാധന സാമഗ്രികൾ ഉപയോഗിച്ചാണ് അവർ അന്ന് മതിൽ പണിതത്. ചിലയിടങ്ങളിൽ കരിങ്കല്ലുകൾ ഉപയോഗിച്ചപ്പോൾ കല്ലുകൾ തികയാതെ വന്ന സ്ഥലങ്ങളിൽ മണ്ണും മണലും ചരലും ചേർത്ത് വലിയ മൺതിട്ടകൾ നിർമ്മിച്ചു. ഓരോ പാളികളായി ഇട്ട് ഇവ വളരെ ശ്രദ്ധയോടെ അടിച്ചുവൃത്തിയാക്കി ഉറപ്പിച്ചു. ഇവിടുത്തെ നിർമ്മാണത്തിന് ഉപയോഗിച്ച മിശ്രിതത്തിൽ കരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു കൂടി ചേർത്തിരുന്നതായി പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, കുഴമ്പു രൂപത്തിലുള്ള പശയുണ്ടാക്കാൻ അരിപ്പശയും റൈസ് ബ്രോത്ത് കുമ്മായവുമാണ് അവർ ഉപയോഗിച്ചിരുന്നത്. കല്ലുകളെയും ചുടുകട്ടകളെയും തമ്മിൽ ശക്തമായി ഒട്ടിച്ചു നിർത്താൻ ഈ കൂട്ട് സഹായിച്ചു. 10 വർഷത്തോളം നീണ്ടുനിന്ന ഈ ബൃഹത്തായ പദ്ധതിയിൽ ഏകദേശം 20 ലക്ഷത്തോളം ആളുകൾ പങ്കാളികളായി. പട്ടിണിയും പകർച്ചവ്യാധികളും അപകടങ്ങളും കാരണം 10,000-കണക്കിന് തൊഴിലാളികളാണ് നിർമ്മാണ സ്ഥലങ്ങളിൽ വെച്ച് മരിച്ചു വീണത്. മതിലിന് കൂടുതൽ ബലം നൽകാനായി മരിച്ചവരുടെ മൃതദേഹങ്ങൾ മതിലിനുള്ളിൽ തന്നെ അടക്കം ചെയ്തിട്ടുണ്ടെന്ന ഭീതിപ്പെടുത്തുന്ന കിംവദന്തികളും അക്കാലത്ത് പ്രചരിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഈ മതിൽ ശത്രുക്കളിൽ നിന്ന് അത്ര വലിയ സുരക്ഷയൊന്നും നൽകിയിരുന്നില്ല. ഇതിൽ പലയിടത്തും ബലഹീനമായ ഭാഗങ്ങളും വലിയ വിടവുകളും ഉണ്ടായിരുന്നു. എങ്കിലും ഈ ബൃഹത്തായ പദ്ധതി പുതിയ സാമ്രാജ്യത്തിന്റെ പ്രൗഢിയുടെ അടയാളമായി മാറി. ചൈനീസ് ഭരണകൂടത്തിന്റെ വളർച്ചയിലെ സുപ്രധാനമായ ഒരു കാലഘട്ടമായിരുന്നു അത്. ഈ സമയത്താണ് അവർ ഏകീകൃതമായ ഒരു ലിപിയും അളവുതൂക്ക സമ്പ്രദായവും വികസിപ്പിച്ചെടുത്തതും രാജ്യത്തിന്റെ അതിർത്തികൾ നിശ്ചയിച്ചതും. മതിൽ കേവലം ഒരു പ്രതിരോധ നിര മാത്രമല്ല, ഭരണപരമായ അതിർത്തി കൂടിയായിരുന്നു. മതിലിലെ കവാടങ്ങൾ പരിശോധനാ കേന്ദ്രങ്ങളായി ഉപയോഗിച്ചു. അവിടെ വെച്ച് വ്യാപാരികളിൽ നിന്ന് നികുതി ഈടാക്കുകയും സംശയാസ്പദമായ രീതിയിൽ എത്തുന്നവരെ അതിർത്തി കടക്കുന്നതിൽ നിന്ന് തടയുകയും ചെയ്തിരുന്നു. കൂടാതെ ചൈനീസ് മതിലിനെ ഒരു അത്യാധുനിക മുന്നറിയിപ്പ് സംവിധാനമായി അവർ മാറ്റിയിരുന്നു. മതിലിലെ സിഗ്നൽ ടവറുകളിൽ അവർ തീ കൊളുത്തിയിരുന്നു. രാത്രിയിൽ തീജ്വാലകളും പകൽ പുകയുമാണ് സന്ദേശങ്ങൾ കൈമാറാൻ ഉപയോഗിച്ചിരുന്നത്. അടുത്തടുത്തുള്ള ടവറുകളിലേക്ക് ഈ സന്ദേശങ്ങൾ കൈമാറി ഒരു വലിയ ശൃംഖല തന്നെ അവർ സൃഷ്ടിച്ചു. ചിലപ്പോൾ പീരങ്കിയുണ്ടകൾ പൊട്ടിച്ചും അപകട സൂചനകൾ കൈമാറിയിരുന്നു. നിരീക്ഷണ ഉദ്യോഗസ്ഥർക്കായി പ്രത്യേക സിഗ്നൽ രീതികൾ തന്നെ ഉണ്ടായിരുന്നു. 100 പേരടങ്ങുന്ന ഒരു സായുധ സംഘത്തെ കണ്ടാൽ ഒരു തീ കൊളുത്തും. 500ഓളം പേരുണ്ടെങ്കിൽ 2 തീ. ഇനി 1000ഓളം വരുന്ന വലിയൊരു സൈന്യമാണ് വരുന്നതെങ്കിൽ 3 അഗ്നിസ്തംഭങ്ങൾ ഉയരും.
പെട്ടെന്ന് തീ കൊളുത്താൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ അവർ പ്രകാശം ഉപയോഗിച്ചിരുന്നു. പല പ്രകാശങ്ങൾ ആദ്യം അകന്നു മാറുകയും പിന്നീട് ഒത്തുചേരുകയും ചെയ്യുന്ന രീതിയിലൂടെയാണ് വലിയൊരു അപകടം വരുന്നുണ്ടെന്ന് ആളുകൾ മനസ്സിലാക്കിയിരുന്നത്. മിങ് വംശത്തിന്റെ ഭരണകാലത്താണ് ഈ പുരാതന മതിലുകൾക്ക് ഒരു പുനർജന്മം ലഭിച്ചത്. 14-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ആ ബൃഹത്തായ ഭാഗങ്ങളാണ് ബെൻഡോഡി ഗോയിസിനെ അമ്പരപ്പിച്ചതും ഇന്നും സഞ്ചാരികളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. ചിലയിടങ്ങളിൽ ഈ മതിലിന്റെ ഉയരം 8 മീറ്റർ മുതൽ 16 മീറ്റർ വരെയാണ്. 5 കുതിരപ്പടയാളികൾക്ക് ഒരേ സമയം സഞ്ചരിക്കാൻ കഴിയുന്നത്ര വീതിയുള്ള സ്മാരക സദൃശ്യമായ ഭാഗങ്ങളും ഇതിലുണ്ട്. ഈ കാലഘട്ടത്തിലെ നിർമ്മിതികളിൽ ഒട്ടനവധി രഹസ്യങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട്. പുറത്തേക്ക് നയിക്കുന്ന 100 കണക്കിന് രഹസ്യ ഇടനാഴികൾ പുരാവസ്തു ഗവേഷകർ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. മിക്കവാറും ചാരന്മാരോ അല്ലെങ്കിൽ കള്ളക്കടത്തുകാരോ രഹസ്യമായി കുഴിച്ചുണ്ടാക്കിയവയാകാം ഈ തുരങ്കങ്ങൾ. മറ്റൊരു നിഗൂഢത കൂടിയുണ്ട്. പ്രതിരോധ സംവിധാനങ്ങളും അമ്പെയ്ത്ത് പഴുതുകളും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നാടോടികളുടെ ആക്രമണം ഭയന്ന് വടക്കൻ ദിശയിലേക്കല്ല നിർമ്മിച്ചിരിക്കുന്നത്, മറിച്ച് സ്വന്തം ജനത വസിക്കുന്ന തെക്കൻ ദിശയിലേക്കാണ്. ദൂരക്കാഴ്ചയുള്ള ഭരണാധികാരികൾ ശത്രുക്കളെ മാത്രമല്ല സ്വന്തം ജനതയുടെ കലാപങ്ങളെയും ഭയപ്പെട്ടിരുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. മതിലിന് മുകളിൽ നിന്ന് ഇത്തരം നീക്കങ്ങൾ എളുപ്പത്തിൽ നിരീക്ഷിക്കാനും അടിച്ചമർത്താനും അവർക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ എത്ര ശക്തമായ മതിലുകൾക്കും മനുഷ്യന്റെ അത്യാഗ്രഹത്തെ തടയാൻ കഴിഞ്ഞില്ല. 17-ാം നൂറ്റാണ്ടിൽ മഞ്ജുക്കൾ മിങ് വംശത്തെ അട്ടിമറിച്ചു. ശത്രുക്കൾക്ക് മതിൽ കടന്നുവരാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചതിയനായ ജനറൽ പാരിതോഷികത്തിന് പകരമായി അവർക്കായി മതിലിന്റെ വാതിലുകൾ തുറന്നുകൊടുത്തു. തുടർന്ന് അധികാരത്തിൽ വന്ന ക്വിങ് വംശം 3 നൂറ്റാണ്ടോളം ഭരിച്ചു. ഈ കാലയളവിൽ മതിൽ കാര്യമായ സംരക്ഷണമില്ലാതെ നശിക്കാൻ തുടങ്ങി. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഒരു ഹൈവേ നിർമ്മിക്കുന്നതിനായി ഈ പുരാതന കോട്ടകൾ പൊളിച്ചു നീക്കാൻ പോകുന്നു എന്നൊരു അഭ്യൂഹം പരന്നു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ചൈന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത്. ദരിദ്രരായ പലരും തങ്ങളുടെ വീട് നിർമ്മാണത്തിനുള്ള സാമഗ്രികൾക്കായി ഈ മതിൽ ഉപയോഗിച്ചു. അങ്ങനെ ഏകദേശം 3000 കിലോമീറ്ററോളം മതിൽ വീണ്ടും ഇല്ലാതായി. 80കളിലാണ് ചൈനയുടെ ഈ അടയാളം പുനരുദ്ധരിക്കാൻ അവർ തുടങ്ങിയത്. ഇന്നും ആ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു. പലയിടങ്ങളിലും മധ്യകാലഘട്ടത്തിലെ അതേ രീതികൾ പിന്തുടർന്നാണ് നിർമ്മാണം നടക്കുന്നത്. തൊഴിലാളികൾ പിക്കാസും മൺവെട്ടിയും ഉപയോഗിച്ച് പണിയെടുക്കുന്നു. കഴുതകളും കോവർ കഴുതകളുമാണ് അവർക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. കാരണം ഈ കുത്തനെയുള്ള മലഞ്ചെരുവുകളിൽ 4 ചക്ര വാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ല. 4 കാലുള്ളവർക്ക് മാത്രമേ അത് സാധിക്കൂ.